യഹൂദർ അഥവാ ജൂതന്മാർ ഇന്ത്യയിൽ കേരളം ഉൾപ്പെടെയുള്ള പല സംസ്ഥാനങ്ങളിൽ അടിമത്തത്തിനും യുദ്ധത്തിനുമൊടുവിൽ ചിതറി ജീവിക്കാൻ ആരംഭിച്ചു. 1492 ഐബീരിയയിൽ നിന്ന് പുറത്താക്കിയതിനെ തുടർന്നാണ് ജൂതന്മാരുടെ ഏതാനും കുടുംബങ്ങൾ കൊച്ചിയിലേക്ക് കുടിയേറി താമസമായത്. അവർ പരദേശി ജൂതന്മാർ അല്ലെങ്കിൽ വിദേശ ജൂതന്മാർ എന്ന് അറിയപ്പെട്ടു. കാലക്രമേണ കൊച്ചിയിലെ ജൂസ് സ്ട്രീറ്റും പരദേശി സിനഗോഗും ലോകമെമ്പാടും പ്രസിദ്ധമായി. ജൂഷ് ഇന്ത്യയിൽ വന്നിട്ട് 2000 വർഷമായി. ആദ്യമായിട്ട് കേരളത്തിൽ കൊടുങ്ങല്ലൂരിലാണ് ലാൻഡ് ചെയ്തത്. പോർച്ചുഗീസും മൂസ് ജൂഷിനെ അറ്റാക്ക് ചെയ്തപ്പം തിരിച്ച് കേരളത്തിൻ്റെ പല ഭാഗത്ത് പോയിട്ട് ലാസ്റ്റ് വന്നതിന് മട്ടാഞ്ചേരി രാജാവ് കൊടുത്ത സ്ഥലമാണ് ജൂതന്മാർക്ക് ഇവിടെ പള്ളി സ്ഥാപിക്കാൻ. അങ്ങനെ 1568 പള്ളി സ്ഥാപിച്ചു. ഇപ്പം 456 വർഷം പഴക്കം ഈ പള്ളിക്ക്. ജൂതന്മാർ കുറച്ച് പേര് ഇന്ത്യയിലുണ്ട്. ബോംബെ, കൽക്കട്ട, ഗുജറാത്തി. അവരൊക്കെ പറയുന്നത് ബെനെ ഇസ്രായേൽ എന്ന് പറയും. ഇവിടുത്തെ ആൾക്കാരെ പറയുന്നത് പരദേശ് എന്ന് പറഞ്ഞ ഇവർ അനുസരിച്ച സ്പെയിനിൽ നിന്നും ബബലോണിൽ നിന്നും ബഗ്ദാദിൽ നിന്നാണ് വന്നിരിക്കുന്നത്. ഇവിടെ മലയാളികളുണ്ട്, മലബാർ ജൂയിസ് എന്ന് പറഞ്ഞാൽ. അവരാ പറയുന്നത് സ്വദേശി ജൂതന്മാർ. അപ്പോൾ അതിൽ ജൂയിഷിന് കാസ്റ്റുണ്ട്. പരദേശികൾ വൈറ്റ്, മറ്റേ നമ്മൾ സ്വദേശികളായതുകൊണ്ട് അവർ ബ്ലാക്ക്. ഇവർ തിരിച്ചു പോയത് 1948 49 ഇന്ത്യ ഗവൺമെൻറ് സാങ്ഷൻ കൊടുത്തിട്ട് മിക്ക ആൾക്കാരും തിരിച്ചു പോയി, ചെറുപ്പക്കാരൊക്കെ. ഇപ്പോൾ ഇവിടെ ഉള്ളത് പ്രായമുള്ള ആൾക്കാരാണ്, ഒരു ഏജിലവരാണ്. അവരൊന്ന് പ്രാർത്ഥിക്കുക ശനിയാഴ്ച വെള്ളിയാഴ്ച. എൻ്റെ പേര് കീത്താണ്. ഐ വാസ് ബോൺ ആൻഡ് ബ്രോട്ട് അപ്പ് ഇൻ കൊച്ചി. ഐ ഹാവ് ലിവ്ഡ് ഹിയർ ഓൾ മൈ ലൈഫ് വിത്ത് മൈ പാരൻസ് ആൻഡ് മൈ ഫാമിലി. വി ആർ ജൂയിഷ് ആൻഡ് വി ആർ പ്രൗഡ് ടു ഓൺ ദി ഹെറിറ്റേജ് ഓഫ് Jewtown, where we have a synagogue for us to pray in and everything. Unfortunately, over a period of time, I happen to be the lone Jewish warrior here. There's no one else in Jewtown. I lost my aunt a month ago. We follow our own traditions and customs with our own festivals. We have our New Year, we have our Yom Kippur fast and things like that. ഓരോ ഇയറിൽ ഓരോ ഫെസ്റ്റിവൽ ഉണ്ട്. അത് ഓരോന്നിനും ഓരോ പ്രേയാണ്. യോം കിപ്പൂർ, റോഷ് ഹഷാന, സിംഹാത്തോറ, പാസ് ഓവർ, അനൂക്ക. ഡിസംബർ ദിവസം മെനോറ വെച്ചിട്ട് ഓരോ ദിവസം ഓരോ മെഴുകുതിരി കത്തിച്ചിട്ട് അത് പ്രാർത്ഥിക്കും. അതൊരു 10 ദിവസം ഉണ്ടാവും. പിന്നെ സിംഹാത്തോറ, റിജോയ്സിങ് ഓഫ് ദ സ്ക്രോൾസ്, അതിനാണ് പള്ളി ഡെക്കറേറ്റ് ചെയ്യണത്. ദൈവത്തിൽ നിന്ന് മോശ 10 കൽപ്പം മരിച്ച ദിവസമാണ് സിംഹാത്തോറ. സിനഗോഗിൻ്റെ ചുറ്റും അവർ ആ തോറ എടുത്തിട്ട് പാട്ട് പാടിയിട്ട് ആഘോഷിക്കും. പിന്നെ അകത്ത് വെച്ചിട്ട് പ്രാർത്ഥിക്കും. പിന്നെ പാസ് ഓവർ ഉണ്ട്. അത് ഏപ്രിൽ മാസമാണ്. അത് 10 ദിവസം ടൂറിസ്റ്റൊക്കെ കയറ്റില്ല. പുറത്തുനിന്ന് കഴിക്കുന്ന ഭക്ഷണമൊക്കെ ഒന്നും കയറ്റാൻ പാടില്ല. അപ്പം പാവമാണെന്ന് പറയാം. പിന്നെ സുക്കോതുണ്ട്. സുക്കോതിൽ ഒരു കൺസ്ട്രക്ഷൻ പള്ളിയിൽ ചെയ്യും. അവിടെയാണ് ഭക്ഷണം കഴിക്കണ പ്രാർത്ഥന ചെയ്യണത്. പിന്നെ ഞങ്ങൾക്ക് ജൂയിഷ് ന്യൂ ഇയർ ഉണ്ട്. അത് ഭയങ്കര സോളം അഫെയറാണ്. സിനഗോഗ് എന്ന് പറഞ്ഞാൽ ഗ്രീക്ക് ഭാഷയിലെ ജൂതന്മാരുടെ പ്രാർത്ഥനാലയം. You're supposed to go and pray there in the morning and evening, but otherwise it's only on Saturday, Friday evening and Saturday morning. 10 രൂപയാണ് ചുരുങ്ങിയത് പ്രാർത്ഥിക്കുന്നതെങ്കിൽ. 10 ആണുങ്ങളുണ്ടെങ്കിൽ പ്രാർത്ഥനയുള്ളത്. അതിനെ പറയുന്നത് മിനിയാൻ എന്ന് പറയും, ജൂഷ് ഭാഷയിൽ അസാറ എന്ന് പറയും. അപ്പോൾ 10 പേര് ഇവിടെ ഇല്ല. ഒറ്റക്കായതുകൊണ്ട് ഞാൻ പ്രാർത്ഥിക്കും. അല്ലെങ്കിൽ വേറെ ആൾക്കാരുണ്ടെങ്കിൽ വരണുണ്ടെങ്കിൽ അവർ കൂടും. ഇപ്പോൾ ടൂറിസ്റ്റ് പുറത്തു നിന്ന് ജൂതന്മാരുണ്ടെങ്കിൽ അവർ ആവശ്യപ്പെട്ട അലോട്ട് ചെയ്യും. അവരുടെ പാസ്പോർട്ട് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും ജൂതന്മാരാണെന്ന്. കാരണം സ്റ്റാർ ഓഫ് ദ ഡേവിഡ് അല്ലെങ്കിൽ 7 മെഴുകുതിരിയുടെ ഒരു മെനോറ എന്ന് പറഞ്ഞൊരു സിസ്റ്റം ഉണ്ട്. ബാക്കിയുള്ളവർക്ക് ഒന്നും കയറ്റില്ല. കാരണം വളരെ സ്ട്രിക്റ്റാണ്. വളരെ പിന്നെ ഇതിൻ്റെ ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അകത്തുള്ള സ്റ്റൈൽസ് ചൈനയിൽ വന്നിരിക്കാൻ ഓരോ ചിത്രങ്ങളും വ്യത്യാസങ്ങളാണ്. കൈ കൊണ്ട് വരച്ചിരിക്കുന്നത്. ഒറ്റ നോട്ടത്തിൽ കണ്ട എല്ലാം ഒരേപോലെ തോന്നും, പക്ഷേ എല്ലാ ചിത്രങ്ങളും വ്യത്യാസങ്ങളാണ്. 1400 ടൈൽസ്, 1400 ചിത്രങ്ങൾ, 250 വർഷം പഴക്കം. ചെരുപ്പ് ഷൂ കിട്ട് കയറിയൊക്കെ പൊട്ടിപ്പോവും. ലൈറ്റ്സ് എല്ലാം ബെൽജിയമാണ്. 10-50 വർഷം മുമ്പ് കേരളത്തിൽ കറണ്ടില്ല എന്നാ പറയാം. ഇപ്പോൾ വെളിച്ചെണ്ണ വെള്ളം മിക്സ് ചെയ്തിട്ട് കാൻഡിൽ ലാംപ്സാണ്. അവർ ആചാരപ്രകാരം ഇന്ന് തുടങ്ങുന്നതാണ് ജൂതന്മാർ. ആ മിഡിൽ കൊടുത്തേക്കുന്നത് ഫ്രം ബെൽജിയം. 100 വർഷം പഴക്കമുണ്ട്. പിന്നീട് കറണ്ട് വന്നപ്പോൾ അവിടെ നിർത്തലാക്കിയിട്ട് കാൻഡിലാക്കി. ആ സെൻറ്ററിൽ കാണുന്ന പ്രസംഗ പീഠം, അവിടെ നിന്നാണ് പ്രസംഗിക്കുക. പുരുഷന്മാർ താഴെ ഇരിക്കും, സ്ത്രീകൾ ബാൽക്കണിയിൽ, ആ സ്ക്രീനിൻ്റെ ബാക്കിൽ. കാരണം ഓർത്തഡോക്സ് സിനഗോഗാണ്. പ്രാർത്ഥന ചെയ്യുമ്പോൾ സ്ത്രീകൾ ഇതിലിറങ്ങിപ്പോവും. അവിടെ ഒരു ചെയറുണ്ട്, ആ ചെയറിൽ കൂടി കയറി മേലിൽ വരും.
മറ്റുള്ളവർക്ക് നേരെ സ്ട്രേറ്റ് വരും ആണുങ്ങൾ. കുട്ടികളും ആണുങ്ങളൊക്കെ താഴെ നിന്ന് പ്രാർത്ഥിക്കാം എല്ലാ ശനിയാഴ്ചയും വെള്ളിയാഴ്ചയും. അപ്പോൾ ഇതാണ് സിനഗോഗിൻ്റെ ഹിസ്റ്ററി. ഞങ്ങൾ പ്രേയണ ഹീബ്രു ലാംഗ്വേജിലാണ്. העונה לפעולת חסיד ידשן בתום חיינו, ושנה טובה ישלח לבית ישראל עמנו. പ്രേയറാണ് വെൽക്കമിങ് സംബഡി ഇൻ ടു ദ ഹൗസ്, ഒരു ബ്ലെസ്സിങ് പോലെ. The food could remain the same except there are Jewish dishes. Otherwise, I am one person who likes avil, sambar and rasam. I'm not very fond of meat, fish occasionally, but otherwise vegetarian food.